നമസ്കാരം. ഞാനിതിന് മുമ്പൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ടൂൾ മേക്കേഴ്സിന് CNC ഓപ്പറേറ്റേഴ്സ്, അതായത് CNC ഓപ്പറേറ്റേഴ്സിന് ഫ്രഷേഴ്സിന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ. അപ്പോൾ കുറേ പേര് അതിൽ ഇൻ്റർവ്യൂവിന് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഞങ്ങൾ പേഴ്സണലായിട്ട് പോയിട്ട് ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉണ്ടായ ഒരു അനുഭവം എന്ന് വെച്ചാൽ, ഈ സ്റ്റുഡൻസ് എല്ലാം, അതായത് നമുക്ക് ഇൻഡസ്ട്രിക്ക് പരമായിട്ടുള്ള കേപ്പബിൾ അല്ല ഇവർക്ക്. ആക്ച്വലി അവർ പ്രാക്ടിക്കലായിട്ടൊന്നും അവർക്ക് ആക്ച്വലി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് കിട്ടുന്നില്ല. അവർക്ക് വെറും തിയറി മാത്രമേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ CNC ഓപ്പറേറ്റേഴ്സിൻ്റെ ആണെങ്കിൽ അവർക്ക് ആക്ച്വലി തിയറി മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ. അതായത് പ്രാക്ടിക്കൽ മിഷൻ്റെ അടുത്തോ അല്ല മിഷനായിട്ട് യാതൊരു ബന്ധവും അവർക്ക് കിട്ടുന്നില്ല. പിന്നെ അതേ സെയിം ഇതിൽ തന്നെയാണ് ടൂൾ ആൻഡ് മേക്കിംഗ്. ടൂൾ ആൻഡ് മേക്കിങ്ങിന് അധികം പോളിടെക്നിക്കിലെ പറ്റി പറയുകയാണെങ്കിൽ പോളിടെക്നിക്കൽ ടൂൾ മേക്കിംഗ് സെൻറ്റേഴ്സും അതേപോലെ ഡിപ്ലോമ സ്റ്റുഡൻസിലുള്ള മിക്ക സ്റ്റുഡൻസിന് തിയറി അവർ പഠിപ്പിക്കുന്നു, ഫുൾ ടൈം തിയറി പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ പ്രാക്ടിക്കൽ ലാബിലേക്ക് അല്ലെങ്കിൽ അതായത് മെഷീനറീസ് ലെവലിലേക്ക് നോക്കുകയാണെങ്കിൽ അതൊരു ടൂൾ ആൻഡ് മേക്കിങ്ങിൻ്റെയോ അല്ലെങ്കിൽ മെക്കാനിക്കൽ ലാബിലേക്കുള്ള ഒരു ബേസിക് മെഷീൻസ് മാത്രമേ അവർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളൂ. അതേപോലെ എഞ്ചിനീയറിംഗ് കോളേജിൽ അതുപോലെ ബേസിക് മെഷീൻസ് മാത്രമേ ഉള്ളൂ. അത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി ലാബുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ടൂൾ ആൻഡ് മേക്കിംഗ് പോളിടെക്നിക്കിലാണെങ്കിൽ ടൂൾ മേക്കിങ്ങിന് പഠിപ്പിക്കുന്ന ഫാക്കൽറ്റി, അതായത് എഞ്ചിനീയറിങ്ങിൻ്റെ ഒരു ഭാഗമാണ് ടൂൾ ആൻഡ് മേക്കിംഗ്. അപ്പോൾ ഈ BTechൽ ആക്ച്വലി സിലബസ് ഉള്ളത് ആക്ച്വലി ഒരു ബേസിക്കും അത് ഇൻട്രൊഡക്ഷൻ മാത്രമല്ല ടൂൾ ആൻഡ് മേക്കിങ്ങിനെ പറ്റിയിട്ട്. അപ്പോൾ അവർക്ക് പ്രാക്ടിക്കലും അറിയില്ല. അതായത് ഇപ്പോൾ BTech കഴിഞ്ഞ് MTech കഴിഞ്ഞ കുട്ടിക്ക് പ്രാക്ടിക്കലും അറിയില്ല ഈ ടൂൾ ആൻഡ് മേക്കിങ്ങിനെ പറ്റിയിട്ട്. അവരാണ് ഈ ടൂൾ മേക്കേഴ്സിനെ പോളിടെക്നിക്കിൽ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഫാക്കൽറ്റീസ് ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ എന്ത് ഫലമാണ് ഈ ടൂൾ മേക്കേഴ്സിന് കിട്ടുക, അല്ലെങ്കിൽ എന്ത് ഫാക്കൽറ്റി വെച്ചാൽ, അതായത് എന്ത് പ്രാക്ടിക്കൽപരമായിട്ട് ഇവർക്ക് നോളജ് കിട്ടുക. ഓൾറെഡി പ്രാക്ടിക്കൽ സംബന്ധമായിട്ടുള്ള മിഷനറീസോ കാര്യങ്ങളോ ഒന്നും പോളിടെക്നിക്കിലില്ല. അപ്പോൾ ഞാൻ ഒരു പോളിടെക്നിക്കിൻ്റെ പേരും പറയുന്നില്ല. പറയുകയാണെങ്കിൽ കുറേ പോളിടെക്നിക്കിൻ്റെ പേര് പറയേണ്ടി വരും. എന്നുവെച്ചാൽ മാനേജ്മെൻറ്റ് ഇതിന് ഇൻവെസ്റ്റ് ചെയ്യാനോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു ഫീസ് വാങ്ങിക്കുക, എന്തെങ്കിലും പഠിപ്പിച്ച് കൂട്ടുക, ഇൻഡസ്ട്രിയിലേക്ക് തള്ളി വിട്ട് കഴിഞ്ഞാൽ ഇൻഡസ്ട്രിക്കാരാണ് ഒരു 6 മാസം 8 മാസം, അതായത് കമ്പനീൻ്റെ കഴിയുന്ന ഇവർക്ക് കാശ് കൊടുത്തിട്ട് പഠിപ്പിക്കുന്ന രീതി. അതായത് രണ്ടാമതും ഒരു 3 കൊല്ലം പഠിച്ചിട്ട് രണ്ടാമതും ഇവരെ പഠിപ്പിക്കുന്ന രീതിയിലായിട്ട് വരുന്നത്. അപ്പോൾ അതിന് ആക്ച്വലി ഞങ്ങൾ മെയിൻ ഇഷ്യൂസ് എന്ന് വെച്ചാൽ, ഈ 3 കൊല്ലം ടൂൾ ആൻഡ് മേക്കിംഗ് വന്ന കുട്ടികൾ ഇൻഡസ്ട്രിയിൽ വന്ന് പിന്നെയും ഒരു 8 മാസം ഇവർ ചിലവഴിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനൊരു ഇൻഡസ്ട്രി അക്കാഡമിയ എന്നുള്ളൊരു ഗ്യാപ്പ്, അതായത് ഇൻഡസ്ട്രി കൊളാബറേഷൻ ചെയ്തിട്ടോ എങ്ങനെയെങ്കിലും ഇങ്ങനത്തെ പോലുള്ള ഈ പോളിടെക്നിക്കുകൾ മാനേജ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നല്ലൊരു സ്റ്റുഡൻസിനെ, ഒരു ടൂൾ ആൻഡ് മേക്കിംഗ് ലെവലിൽ ഉള്ള കുട്ടികളെ അല്ലെങ്കിൽ മെക്കാനിക്കൽ സ്റ്റുഡൻസിനെ പുറത്തേക്ക് നല്ല രീതിയിലേക്ക് പ്രാക്ടിക്കൽ ആൻഡ് തിയറിക്കൽ ലെവലിലായിട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.